നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിത്തരിക്കുമെന്നാണ് കരുതിയത്. മലയാള സിനിമാ രംഗത്ത് വനിതകൾക്ക് നേരെ നടക്കുന്ന തെറ്റായ പ്രവണതകളും ചൂഷണങ്ങളും പുറത്തു വരുന്നതും കാത്ത് പലരും ഇരുന്നു. മലയാള സിനിമയിലെ താരവിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നത് കാണാനും പലരും കാത്തിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ നടത്തുന്ന സെൻസറിങ്ങിൽ മല പോലെ വന്നത് എലി പോലെയാകുമോ എന്നും പലർക്കും സംശയമുണ്ടായിരുന്നു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്ത് വിടാനിരിക്കെ ഉയരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. പുറത്തുവിടാനിരുന്ന ആ റിപ്പോർട്ടിൽ കോടതി സ്റ്റേ വന്നിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന മൊഴികളും പരാമർശങ്ങളും ഉള്ളതിനാൽ റിപ്പോർട്ട് ഭാഗികമായി മാത്രമേ സർക്കാർ പുറത്തു വിടുകയുള്ളൂ എന്നാണ് ആദ്യം അറിഞ്ഞത്. ഇങ്ങനെ സെൻസറിങ്ങിന് വിധേയമായി പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്തോഭജനകമായ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് സൂചന. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് വിവാദം ഭയന്ന് പൂഴ്ത്തിവെച്ചിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതമായതും കോടതി പിന്നീട് സ്റ്റേ ചെയ്തു. മലയാള സിനിമയിൽ വനിതകൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചുള്ള നിർണായക വെളിപ്പെടുത്തലുള്ള റിപ്പോർട്ട് ലഭിക്കാൻ അപേക്ഷ നൽകിയ മാധ്യമ സ്ഥാപനങ്ങളുടെ അപ്പീലിലാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന നിർണായകമായ ഉത്തരവിട്ടത്. വാർത്താ ചാനലുകളും പത്രസ്ഥാപനങ്ങളും അടക്കം നിരവധി മാധ്യമ സ്ഥാപനങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട ആദ്യം അപേക്ഷയും പിന്നീട് അപ്പീലും സമർപ്പിച്ചത്. ഇങ്ങനെ അപേക്ഷിച്ച 7 മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കുക എന്നുള്ള രീതിയിൽ കാത്തിരുന്നത്. AK ബാലൻ സാംസ്കാരിക മന്ത്രിയായിരിക്കെയാണ് സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. 2019 ഡിസംബർ 31 കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അന്നു മുതൽ തുടങ്ങിയതാണ് റിപ്പോർട്ട് പുറത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ. നടിയെ ആക്രമിച്ച സംഭവവും അതുമായി ബന്ധപ്പെട്ട നടൻ ദിലീപ് അറസ്റ്റിലായതും അടക്കമുള്ള സംഭവങ്ങളാണ് ഹേമ കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നതിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അടക്കമുള്ള സംഘടനകൾ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നിട്ടും സർക്കാർ വഴങ്ങിയില്ല. നിയമസഭയിൽ MLA മാർ ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് രഹസ്യമാക്കി തന്നെ വയ്ക്കാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ കാര്യത്തിലും സർക്കാർ ഇതേ സമീപനം സ്വീകരിച്ചിരുന്നു. ഒടുവിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ അപ്പീലിൽ വിവരാവകാശ കമ്മീഷൻ അംഗം അബ്ദുൽ ഹക്കീമാണ് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാരിനോട് ഉത്തരവിട്ടത്. റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴും ആളുകളുടെ സ്വകാര്യതയിലേക്ക് വെളിച്ചം വീശുന്നതും രഹസ്യാത്മകമായ ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത ശേഷമായിരിക്കും ഇവർ പലപ്പോഴും കൈമാറിയിട്ടുള്ളത്. മൊഴികൾ ഉൾപ്പെടെ 5000 പേജ് വരുന്ന റിപ്പോർട്ടിൻ്റെ അവസാന 300 പേജുകളിലാണ് കമ്മീഷന്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളും ഉള്ളത്. ഈ 300 പേജിൽ 96-ാം ഖണ്ഡികയും 165 മുതൽ 196 വരെയുള്ള ഖണ്ഡികയും ഒഴിവാക്കിയാകും ഒരുപക്ഷെ റിപ്പോർട്ട് ഇനിയും പുറത്തു വരിക.